നിന്നോട് കൂടെ ഉണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനം ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികൾ 18:10. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരാണ് ഈ ഞാൻ? ദൈവം, യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നാണ് ഇവിടെ ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. ആരും നമ്മെ കയ്യേറ്റം ചെയ്യുവാൻ, ആരും നമ്മെ ദോഷപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ദൈവമക്കളായ നമ്മെ ആർക്കും ദ്രോഹിക്കുവാനായിട്ട് ദൈവം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നമ്മെ തകർക്കുവാൻ, നമ്മെ നശിപ്പിക്കുവാൻ പിശാച് പല തന്ത്രങ്ങളും എടുത്ത് പല വ്യക്തികളിലൂടെ കടന്നു വരും. എന്നാൽ ആ പിശാചിന് നമ്മെ തകർക്കുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കുകയില്ല. കാരണം കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. കർത്താവിനെ ആശ്രയിക്കുന്ന വ്യക്തികളാണ്, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചു നടക്കുന്ന വ്യക്തികളാണ് നാം എങ്കിൽ, കർത്താവിൻ്റെ ഹിതം മാത്രം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. കർത്താവ് നമ്മുടെ കൂടെ ഇരുന്നാൽ ഒരു ദുഷ്ടശക്തികൾക്കും നമ്മെ തൊടുവാൻ, നമ്മെ തകർക്കുവാൻ, നമ്മെ നശിപ്പിക്കുവാൻ ദൈവം അനുവാദം കൊടുക്കുകയില്ല എന്നുള്ളതാണ് നാം ഈ വചനത്തിൽ കേൾക്കുന്നത്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയും ഇല്ല എന്ന്. ദൈവം കൂടെയുള്ള വ്യക്തികളെ ആർക്കും തന്നെ തകർക്കുവാൻ, ആർക്കും തന്നെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ വചനം വ്യക്തമാക്കുന്നത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? കർത്താവ് നമ്മുടെ കൂടെ ഇരിപ്പാനായി, കർത്താവിൻ്റെ ഹിതമനുസരിച്ച്, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച്, കർത്താവിൻ്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് നാം നടക്കുന്നവരായി തീരണം. നാം കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് മുറുകെ പിടിക്കുന്നവരായിരിക്കണം. മുൻസ്ഥാനം എപ്പോഴും നാം കർത്താവിന് മാത്രം കൊടുക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരെ കൂടെ കർത്താവിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു ദോഷവും വരാതെ, ഒരു പൈശാചിക ശക്തികൾക്കും നമ്മെ തകർക്കുവാൻ സാധിക്കാതെ ദൈവം നമ്മെ കാത്തുപരിപാലിക്കും, ദൈവം നമ്മെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്.